നമസ്കാരം. മലയാള വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. മലപ്പുറം വയനാട് ജില്ലകളെ ബന്ധിപ്പിക്കുന്ന നിർദ്ദിഷ്ട മുണ്ടേരി മേപ്പാടി മലയോര ഹൈവേ യാഥാർത്ഥ്യമാക്കാൻ സർക്കാരിന്റെ ഗൗരവകരമായ ഇടപെടൽ ആവശ്യപ്പെട്ട് നിയമസഭയിൽ സബ്മിഷൻ ഉന്നയിച്ച് ആര്യടൻ ഷൗക്കത്ത് എം.എൽ.എ. ഓപ്പറേഷൻ തുഫാൻ, ആടുഫാമിന്റെ മറവിൽ ലഹരി വിൽപ്പന. പ്രതിപിടിയിൽ ആടുഫാമിന്റെ മറവിൽ കഞ്ചാവും MDMA ഉൾപ്പെടെയുള്ള ലഹരി വിൽപ്പന നടത്തിവന്ന തവളക്കുളം കറുമ്പംവീട്ടിൽ മുഹമ്മദ് ഷാഫിയെയാണ് പൊന്നാനി പോലീസ് പിടികൂടിയത്. റെക്കോർഡ് ഉയരത്തിൽ നിന്ന് താഴേക്ക് സ്വർണ്ണവിലയിൽ വൻ ഇടിവ്. ഇന്നലെ 2 ഘട്ടങ്ങളിലായി 2500 രൂപ കുറഞ്ഞതിന് പിന്നാലെ ഇന്ന് പവന് 200 രൂപ കൂടി കുറഞ്ഞു. ഇതോടെ ഒരു പവൻ സ്വർണത്തിന്റെ വില 1,05,840 രൂപയായി. ഓപ്പറേഷൻ തുഫാന്റെ ഭാഗമായി വനിതാ ക്രിക്കറ്റ് മത്സരം സംഘടിപ്പിച്ചു. നിലമ്പൂർ പോലീസിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച മത്സരം MES മമ്പാട് കോളേജും അമൽ കോളേജും തമ്മിലായിരുന്നു. ജില്ലാ ഭരണകൂടം, ജില്ലാ സ്പോർട്സ് കൗൺസിൽ, ഒളിമ്പിക് അസോസിയേഷൻ, കോഴിക്കോട് സർവകലാശാല എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ അന്തർദേശീയ ഒളിമ്പിക് ദിനാചരണം സംഘടിപ്പിച്ചു. വാർത്തകൾ വിശദമായി. മലപ്പുറം വയനാട് ജില്ലകളെ ബന്ധിപ്പിക്കുന്ന നിർദ്ദിഷ്ട മുണ്ടേരി മേപ്പാടി മലയോര ഹൈവേ യാഥാർത്ഥ്യമാക്കാൻ സർക്കാരിന്റെ ഗൗരവകരമായ ഇടപെടൽ ആവശ്യപ്പെട്ട നിയമസഭയിൽ സബ്മിഷൻ ഉന്നയിച്ച ആര്യടൻ ഷൗക്കത്ത് എം.എൽ.എ. മലപ്പുറം വയനാട് ജില്ലകളെ ബന്ധിപ്പിക്കുന്ന നിർദ്ദിഷ്ട നിലമ്പൂർ മുണ്ടേരി മേപ്പാടി മലയോര ഹൈവേ യാഥാർത്ഥ്യമാക്കാൻ ഈ സർക്കാരിന്റെ ഇടപെടൽ ഈ സബ്മിഷനിലൂടെ ആവശ്യപ്പെടുകയാണ് സർ. 2009 മെയ് 21 നാഗ്പാക്കിന്റെ റിപ്പോർട്ടിൽ വളരെ കൃത്യമായി പറഞ്ഞ പാതയാണ് സർ ഇത്. അത് കഴിഞ്ഞ് അതേ വർഷം തന്നെ PWD 44/2009 എന്ന ഓർഡറിൽ കൃത്യമായി നിർദ്ദേശിച്ച റോഡാണ് സർ ഇത്. 2011 വയനാട്ടിലേക്കുള്ള അനുയോജ്യമായ ബദൽ പാത എന്ന് നിർദ്ദേശിച്ച പാതയാണ് സർ ഇത്. പക്ഷേ മാത്രമല്ല, അത് കഴിഞ്ഞ് 2016 ഇൻവെസ്റ്റിഗേഷൻ റിപ്പോർട്ട്, വിശദമായ ഇൻവെസ്റ്റിഗേഷൻ റിപ്പോർട്ട് സമർപ്പിച്ചു. അതിലും പറഞ്ഞിരിക്കുന്ന പാത ഈ പാത തന്നെയാണ്. ഈ പാത സർ സത്യത്തിൽ ഇന്ന് ഞങ്ങൾ വയനാട് പാർലമെന്റ് മണ്ഡലത്തിന്റെ ഭാഗമാണെങ്കിലും ഞങ്ങൾക്ക് വയനാട്ടിലേക്ക് പോകണമെങ്കിൽ ഞങ്ങൾക്ക് പോകേണ്ടത് തമിഴ്നാട്ട് മറ്റൊരു സംസ്ഥാനത്തിലൂടെ പോകേണ്ട ഘട്ടമാണ് സർ. അതെങ്കിൽ മറ്റൊരു ജില്ലയിലൂടെ പോകണം. കേരളത്തിലെ ഏത് ജില്ലയിലാണെങ്കിലും തൊട്ടടുത്ത ജില്ലയിലേക്ക് അന്യ സംസ്ഥാനത്തിലൂടെ അല്ലാതെ പോകാനുള്ള മാർഗങ്ങളുണ്ട്. പക്ഷെ ഞങ്ങൾക്കത് ഇല്ലാത്തൊരവസ്ഥയാണ് സർ. മാത്രമല്ല, ഈ പാത വരുന്നതോടുകൂടി നിലമ്പൂർ മേപ്പാടിയിൽ 102 കിലോമീറ്റർ ഇപ്പോൾ സഞ്ചരിക്കുന്നത് കേവലം 48 കിലോമീറ്ററായി ചുരുങ്ങുകയാണ് സർ. മാത്രമല്ല, ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ 2 ജില്ലകളെ ബന്ധിപ്പിക്കുക എന്നതിനേക്കാൾ ഉപരി ബാംഗ്ലൂരിൽ നിന്ന്, ആന്ധ്രയിൽ നിന്ന്, അതുപോലെ തമിഴ്നാട്ടിൽ നിന്ന് കൊച്ചിയിലേക്ക് വരുന്ന ചരക്ക് ഗതാഗതം 70 കിലോമീറ്ററാണ് സർ ദൈർഘ്യം കുറയുന്നത്. മാത്രമല്ല, ശബരിമല തീർത്ഥാടകർ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന പാത. കാരണം ആന്ധ്രയിൽ നിന്ന് വരുന്നവർക്ക് അതേപോലെ തന്നെ കർണാടകത്തിൽ നിന്ന്, തമിഴ്നാട്ടിൽ നിന്ന് വരുന്ന ഈ ശബരിമല തീർത്ഥാടകർക്ക് 100ഓളം കിലോമീറ്റർ കുറയുന്ന ഒരു പാതയാണ് ഈ നിർദ്ദിഷ്ട പാത. മാത്രമല്ല, ടൂറിസം രംഗത്ത് ഒരു വലിയ കുതിച്ചുചാട്ടം ഉണ്ടാക്കാൻ കഴിയുന്ന പാതയാണ് സർ ഇത്. ചരക്ക് ഗതാഗതം, യാത്രക്കാരും മാത്രമല്ല. അതുകൊണ്ട് തന്നെ ഈ പാത മാത്രമല്ല സർ, ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ആകെ 28 കിലോമീറ്റർ മാത്രമാണ് സർ പുതിയ റോഡ് ഉണ്ടാക്കേണ്ടി വരുന്നത്. 28 കിലോമീറ്റർ മാത്രം, 28 കിലോമീറ്റർ മാത്രമാണ് പാത ഉണ്ടാക്കേണ്ടി വരുന്നത്. ഈ 28 കിലോമീറ്ററിൽ 11 കിലോമീറ്റർ മാത്രമാണ് ഫോറസ്റ്റിലൂടെ പോകേണ്ടത്. അന്യ സംസ്ഥാനങ്ങളിൽ ചെയ്തതുപോലെ ഒരു എലിവേറ്റഡ് ഹൈവേ വന്നു കഴിഞ്ഞാൽ ഇത് വളരെ സുഖകരമായി 11 കിലോമീറ്റർ കൊണ്ട് എലിവേറ്റഡ് ഹൈവേ വന്നു കഴിഞ്ഞാൽ 28 കിലോമീറ്റർ പുതിയ പാത ഉണ്ടാക്കി കഴിഞ്ഞാൽ വളരെ സുഖകരമായി കേരളത്തിന്റെ ഒരു വലിയ മാറ്റം ഉണ്ടാക്കാൻ കഴിയും. കേരളത്തിന്റെ സമ്പദ് വ്യവസ്ഥക്ക് പുത്തൻ ഉണർവ് സമ്മാനിക്കാൻ മിഷൻ സമുദ്ര പോലുള്ള നിരവധി സ്വപ്ന പദ്ധതികൾ യാഥാർത്ഥ്യമാക്കാനുള്ള ദീർഘവീക്ഷണത്തോടുകൂടി ആദരണീയനായ മുഖ്യമന്ത്രി മുന്നേറുമ്പോൾ ഈ പദ്ധതിയും അതിനൊരു മുതൽക്കൂട്ടായി മാറുമെന്നതിൽ ഒരു സംശയവുമില്ല സർ.
അതുകൊണ്ട് തന്നെ ഈ പാതയുടെ പ്രാധാന്യം കണക്കിലെടുത്ത് ഇത് യാഥാർത്ഥ്യമാക്കുന്നതിന് സർക്കാരിന്റെ ഗൗരവകരമായ ഇടപെടൽ ഉണ്ടാകണമെന്ന് ഈ സബ്മിഷനിലൂടെ ഞാൻ ആവശ്യപ്പെടുകയാണ് സർ. വനഭൂമിയിലൂടെയുള്ള 11 കിലോമീറ്ററാണ് പ്രശ്നമെന്നും നിലവിലെ അലൈൻമെന്റ് മാറ്റി പാത യാഥാർത്ഥ്യമാക്കുവാൻ നടപടിയെടുക്കുമെന്ന് പൊതുമരാമത്ത് മന്ത്രി പി.കെ. ബഷീർ മറുപടി നൽകി. മുണ്ടേരി മേപ്പാടി പാതയെക്കുറിച്ച് നാറ്റ്പാക്കിന്റെ 2009 റിപ്പോർട്ടിൽ വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ടെന്ന് ആര്യടൻ ഷൗക്കത്ത് വ്യക്തമാക്കി. അതേ വർഷം തന്നെ PWD ഉത്തരവിൽ വയനാട്ടിലേക്കുള്ള അനുയോജ്യ പാത എന്ന് നിർദ്ദേശിച്ചു. 2016 വിശദ ഇൻവെസ്റ്റിഗേഷൻ റിപ്പോർട്ടും സമർപ്പിച്ചു. നിലമ്പൂർ വയനാട് ലോക്സഭാ മണ്ഡലത്തിന്റെ ഭാഗമാണെങ്കിലും നിലമ്പൂരിൽ നിന്നും അയൽ സംസ്ഥാനമായ തമിഴ്നാട്ടിലൂടെ വേണം വയനാട്ടിലെത്താൻ, അല്ലെങ്കിൽ മറ്റൊരു ജില്ലയിലൂടെ പോകണം. കേരളത്തിലെ മറ്റിടങ്ങളിൽ അടുത്ത ജില്ലയിലേക്ക് അയൽ സംസ്ഥാനത്തിലൂടെ അല്ലാതെ പോകുവാൻ മാർഗമുണ്ട്. പക്ഷേ നിലമ്പൂരുകാർക്ക് അതില്ലാത്ത അവസ്ഥയാണ്. ഈ പാത വരുന്നതോടെ നിലമ്പൂരിൽ നിന്നും മേപ്പാടിയിലേക്ക് നിലവിലുള്ള 102 കിലോമീറ്റർ ദൂരം 48 കിലോമീറ്ററായി ചുരുങ്ങും. 2 ജില്ലകളെ ബന്ധിപ്പിക്കുക എന്നതിലുപരി ബംഗളൂരു, ആന്ധ്ര, തമിഴ്നാട് എന്നിവിടങ്ങളിൽ നിന്നും കൊച്ചിയിലേക്കുള്ള ദൂരത്തിൽ 70 കിലോമീറ്റർ കുറവ് വരും. അന്യ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ശബരിമല തീർത്ഥാടകർ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന പാതയുമായി ഇത് മാറും. ശബരിമലയിലേക്കുള്ള ദൂരത്തിൽ 100 കിലോമീറ്ററോളം കുറവുണ്ടാകും. ടൂറിസം രംഗത്ത് വലിയ കുതിച്ചുചാട്ടം ഉണ്ടാക്കുവാൻ കഴിയും. ആകെ 28 കിലോമീറ്റർ മാത്രമേ പുതിയ റോഡ് നിർമ്മിക്കേണ്ട ആവശ്യമുള്ളൂ. 11 കിലോമീറ്റർ മാത്രമേ വനമേഖലയിലൂടെ കടന്നു പോകുന്നുള്ളൂ. മറ്റ് സംസ്ഥാനങ്ങളിലെ പോലെ എലിവേറ്റഡ് ഹൈവേ വന്നാൽ പാത യാഥാർത്ഥ്യമാക്കാനാകുമെന്നും ചൂണ്ടിക്കാട്ടി. നാറ്റ്പാക്കിന്റെ സർവേയും ഫോറസ്റ്റ് സർവേയുമായി കിഫ്ബി ഉദ്യോഗസ്ഥരുമായി സംയുക്ത പരിശോധന നടത്തിയിരുന്നതായി പൊതുമരാമത്ത് മന്ത്രി പി.കെ. ബഷീർ മറുപടിയിൽ വ്യക്തമാക്കി. എന്റെയും ബഹുമാനപ്പെട്ട അംഗത്തിന്റെയും നാടായ മലപ്പുറത്തുനിന്ന് നിലമ്പൂർ മേപ്പാടി ഉള്ള ഒരു റൂട്ടാണ് ഇത്. പക്ഷേ ഇത് ബഹുമാനപ്പെട്ട അംഗം സൂചിപ്പിച്ചതുപോലെ ഇതിന്റെ നാറ്റ്പാക്കിന്റെ സർവേയും ഫോറസ്റ്റിന്റെ സർവേയും കിഫ്ബി ഉദ്യോഗസ്ഥന്മാരുമായി ഒക്കെ സംയുക്ത പരിശോധന നടത്തിയിരുന്നു. നടത്തിയതിൽ അന്ന് ആ അലൈൻമെന്റിന് നിലവിൽ റോഡുകളൊന്നും ഇല്ല. അന്നത്തെ ആ അലൈൻമെന്റിൽ അവസാനം അവർ പറഞ്ഞത്, അവർ തന്ന റിപ്പോർട്ട് അത് അപ്രായോഗികമാണ് എന്നാണ് റിപ്പോർട്ട് തന്നിട്ടുള്ളത്. ബഹുമാനപ്പെട്ട അംഗം സൂചിപ്പിച്ചതുപോലെ വയനാട്ടിലേക്ക് നിലമ്പൂരിൽ നിന്ന് 42 കിലോമീറ്റർ ദൂരം കുറയും. ഇത് ഒരു അത്യാവശ്യമാണ്. പക്ഷെ ഫോറസ്റ്റ് 11 കിലോമീറ്ററാണ്. അതുകൊണ്ട് ഒന്നുകൂടി നമുക്ക് ആ അലൈൻമെന്റ് ഒന്ന് പരിഷ്കരിച്ച് ആ പാത യാഥാർത്ഥ്യമാക്കാനുള്ള ഒരു നടപടി PWD മുൻകൈ എടുക്കുന്നതാണ് എന്നാണ് എനിക്ക് ബഹുമാനപ്പെട്ട അംഗത്തെ അറിയിക്കാറുള്ളത്. ആ അലൈൻമെന്റിൽ നിലവിൽ മറ്റു റോഡുകളില്ല, അപ്രായോഗികമാണ് എന്നാണ് അന്ന് റിപ്പോർട്ട് തന്നത്. ഈ പാത വന്നാൽ വയനാട്ടിൽ നിന്നും നിലമ്പൂരിലേക്ക് 48 കിലോമീറ്റർ ദൂരം കുറയും. പക്ഷേ 11 കിലോമീറ്റർ ഫോറസ്റ്റ് ആണ്. അലൈൻമെന്റ് പരിഷ്കരിച്ച് പാത യാഥാർത്ഥ്യമാക്കുവാൻ നടപടിയെടുക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി. ഓപ്പറേഷൻ തൂഫാൻ ആടുഫാമിന്റെ മറവിൽ ലഹരി വിൽപ്പന പ്രതി പിടിയിൽ. ആടുഫാമിന്റെ മറവിൽ കഞ്ചാവും MDMA ഉൾപ്പെടെയുള്ള ലഹരി വിൽപ്പന നടത്തിവന്ന തവളക്കുളം കറുപ്പം വീട്ടിൽ മുഹമ്മദ് ഷാഫിയെയാണ് പൊന്നാനി പോലീസ് പിടികൂടിയത്. പ്രതിയുടെ കയ്യിൽ നിന്നും വിൽപ്പനയ്ക്കായി സൂക്ഷിച്ച 1.76 ഗ്രാം മാരക മയക്കുമരുന്നായ MDMA പിടികൂടി. പ്രതിയിൽ നിന്നും ലഹരി വിൽപ്പന നടത്തി കിട്ടിയ 70,000-ഓളം രൂപ കണ്ടെടുത്തു. തൊട്ടടുത്ത പ്രദേശങ്ങളിൽ നിന്നെത്തുന്ന യുവാക്കളും സാമൂഹ്യ വിരുദ്ധരും അസമയങ്ങളിൽ ഷാഫിയുടെ വീട് കേന്ദ്രീകരിച്ച് ലഹരി ഉപയോഗവും വിൽപ്പനയും നടന്നുവരുന്നത് മൂലം പരിസരത്ത് സ്വൈരജീവിതം തടസ്സപ്പെടുന്നതായി പോലീസിന് ലഭിച്ച റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് മുൻപ് പലതവണ ഷാഫിയുടെ വീടും പരിസരവും പരിശോധിച്ചിരുന്നുവെങ്കിലും പ്രതി ഫാമിന്റെ ചുറ്റുമുള്ള പൊന്തക്കാടുകളിലും മാലിന്യങ്ങളിലും കായലിനോട് ചേർന്ന വീടിന്റെ പരിസരത്തുള്ള മറ്റ് വൃത്തിഹീനമായ ചപ്പുചവറുകളിലും ചതുപ്പുകളിലും ലഹരി വസ്തുക്കൾ ഒളിപ്പിച്ചു വെക്കുന്നത് മൂലം പോലീസിന് കണ്ടെത്തുവാൻ കഴിഞ്ഞിരുന്നില്ല. ഓപ്പറേഷൻ തൂഫാൻ പ്രഖ്യാപിച്ചതോടെ പ്രതി ഷാഫിയെ പോലീസ് നിരന്തരം നിരീക്ഷിച്ചു വരികയായിരുന്നു. വീടിന് പരിസരത്ത് വാഹനങ്ങൾ വന്നു പോകുവാൻ പ്രയാസമുള്ളതിനാലും പോലീസ് വരുന്ന വിവരം ഏജന്റുമാർ ഫോണിൽ വിളിച്ച് അറിയിക്കുന്നതുകൊണ്ടും ഇത്തവണ കൂടുതൽ കരുതലോടെ മഫ്തിയിലും കായലിനോട് ചേർന്ന ഇടവഴികളിലൂടെ നടന്നും എത്തിയ പോലീസിന്റെ നീക്കങ്ങൾ പ്രതിക്ക് മനസ്സിലായില്ല. മഫ്തിയിലെത്തിയ പോലീസ് സംഘം പ്രതിയെ നിരീക്ഷണത്തിൽ നിർത്തിയ ശേഷം പൊന്നാനി ഇൻസ്പെക്ടർ സതീഷ് കുമാറിന്റെ നിർദ്ദേശപ്രകാരം പൊന്നാനി SI ആന്റോ ഫ്രാൻസിസ്, ഷിജി മോൻ, പ്രൊബേഷൻ SI അനന്തലക്ഷ്മി, ASI വർഗീസ്, സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ നാസർ, പ്രശാന്ത് കുമാർ S, സിവിൽ പോലീസ് ഓഫീസർ സജിൽ എന്നിവർ അടങ്ങിയ സംഘം നടത്തിയ പരിശോധനയിലാണ് വിൽപ്പനയ്ക്കായി കരുതിയ 1.7 ഗ്രാം MDMA കണ്ടെടുത്തത്. പ്രതിയെ പൊന്നാനി കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. റെക്കോർഡ് ഉയരത്തിൽ നിന്ന് താഴേക്ക് സ്വർണ്ണവിലയിൽ വൻ ഇടിവ്.
ഇന്നലെ 2 ഘട്ടങ്ങളിലായി 2500 രൂപ കുറഞ്ഞതിന് പിന്നാലെ ഇന്ന് പവന് 200 രൂപ കൂടി കുറഞ്ഞു. ഇതോടെ ഓരോ സ്വർണത്തിന്റെ റെക്കോർഡ് ഉയരത്തിൽ നിന്ന് താഴേക്ക് സ്വർണ്ണവിലയിൽ വൻ ഇടിവ്. ഇന്നലെ 2 ഘട്ടങ്ങളിലായി 2500 രൂപ കുറഞ്ഞതിന് പിന്നാലെ ഇന്ന് പവന് 200 രൂപ കൂടി കുറഞ്ഞു. ഇതോടെ ഒരു പവൻ സ്വർണത്തിന്റെ വില 1,05,840 രൂപയായി. ഗ്രാമിന് 25 രൂപ കുറഞ്ഞ 13,230 രൂപയിലാണ് വ്യാപാരം നടക്കുന്നത്. കഴിഞ്ഞ 3 ആഴ്ചയ്ക്കിടെ സ്വർണ്ണവിലയിൽ ഏകദേശം 8,000 രൂപയുടെ ഇടിവാണ് രേഖപ്പെടുത്തിയത്. ഈ മാസത്തിന്റെ തുടക്കത്തിൽ ഒരു പവൻ സ്വർണത്തിന് 1,14,560 രൂപയായിരുന്നു വില. അന്താരാഷ്ട്ര വിപണിയിലെ മാറ്റങ്ങളും US ഫെഡറൽ റിസർവിന്റെ പലിശ നിരക്ക് സംബന്ധിച്ച പ്രതീക്ഷകളും സ്വർണ്ണവിലയെ സ്വാധീനിക്കുന്ന പ്രധാന ഘടകങ്ങളായി വിലയിരുത്തപ്പെടുന്നു. വിലക്കയറ്റം നിയന്ത്രിക്കുന്നതിനായി ഫെഡറൽ റിസർവ് പലിശ നിരക്ക് വർദ്ധിപ്പിച്ചേക്കുമെന്ന റിപ്പോർട്ടുകൾ വിപണിയിൽ ആശങ്ക സൃഷ്ടിച്ചിട്ടുണ്ട്. പലിശ നിരക്ക് ഉയരുന്നത് സ്വർണ്ണ നിക്ഷേപങ്ങളുടെ ആകർഷണം കുറയ്ക്കുമെന്നാണ് സാമ്പത്തിക വിദഗ്ധരുടെ വിലയിരുത്തൽ. അതേസമയം ഈ വർഷം ജനുവരി 29-നാണ് സ്വർണ്ണവില ചരിത്രത്തിലെ ഉയർന്ന നിലവാരത്തിൽ എത്തിയത്. അന്ന് ഒരു പവൻ സ്വർണത്തിന്റെ വില 1,31,160 രൂപയായി രേഖപ്പെടുത്തിയിരുന്നു. കഴിഞ്ഞ ഡിസംബർ 23-നാണ് സംസ്ഥാനത്ത് ആദ്യമായി സ്വർണ്ണവില 1,00,000 രൂപ കടന്നത്. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി വനിതാ ക്രിക്കറ്റ് മത്സരം സംഘടിപ്പിച്ചു. നിലമ്പൂർ പോലീസിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച മത്സരം MES മമ്പാട് കോളേജും അമൽ കോളേജും തമ്മിലായിരുന്നു. നമ്മുടെ പെൺകുട്ടികളൊക്കെ കായിക രംഗത്തേക്ക് കടന്നു വരികയും മറ്റ് ലഹരികളിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് കളി ഒരു ലഹരിയായിട്ട് കണ്ടാൽ നമ്മുടെ ജീവിതം ധന്യമായി. നമുക്ക് മറ്റുള്ള എല്ലാത്തിൽ നിന്നും വേറിട്ട് നിന്ന് ഇപ്പം മൊബൈലിനും അല്ലേ, കുട്ടികളെല്ലാം വീട്ടിൽ ചെന്നാൽ മൊബൈലിന് അഡിക്റ്റാണ്. എൻ്റെ കുട്ടികളടക്കം എപ്പോഴും പഠിക്കാനാണെന്ന് പറയുന്നു. എല്ലാം കുട്ടികൾ സാറുമാർ നോട്ടെല്ലാം ഇപ്പം വാട്സപ്പിൽ അയക്കുകയാണെന്നാണ് പറയുന്നത്. ഇപ്പോൾ ഫുൾ ടൈം മൊബൈലിന് അഡിക്റ്റായി. അതിൽ നിന്നൊക്കെ വേറിട്ടുകൊണ്ട് കായിക രംഗത്തേക്ക് കടന്നു വരുവാനും ഫിസിക്കൽ ഫിറ്റ്നസ് നിലനിർത്തുവാനും മറ്റെല്ലാത്തിനേക്കാളും ഉപരിയായിട്ട് നിങ്ങൾ ഈ കളി ഒരു ലഹരിയായിട്ട് എല്ലാവർക്കും മാതൃകയായിട്ട് മുന്നോട്ട് പോട്ടെ. എല്ലാവർക്കും നിലമ്പൂർ പോലീസിൻ്റെ വക ബിഗ് സല്യൂട്ട്. മത്സരത്തിൽ അമൽ കോളേജ് 6 വിക്കറ്റിന് വിജയിച്ചു. ഓപ്പറേഷൻ തൂഫാൻ്റെ ഭാഗമായി നിലമ്പൂർ പോലീസ് സംഘടിപ്പിച്ച ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ കഴിഞ്ഞ വളരെ സന്തോഷമുണ്ട്. നമ്മൾ അമൽ കോളേജും മമ്പാട് MES കോളേജും സൗഹൃദമായി സംഘടിപ്പിക്കുന്ന ഈ ക്രിക്കറ്റ് മാച്ചിന് എല്ലാവിധ ആശംസകളും നേരുന്നു. എൻ്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളോട് എനിക്ക് പറയാനുള്ളത്, ഈ ഒരു ഓപ്പറേഷൻ നമ്മൾ ഓരോരുത്തരും ഭാഗവാക്കാവണം. നമ്മളുടെ ക്യാമ്പസുകളിലും നമ്മളുടെ നാടുകളിലുമുള്ള എല്ലാ ആളുകളെയും ബോധവൽക്കരണം ചെയ്യണം. ലഹരി വിമുക്തമായ ഒരു കേരളം നമ്മൾ സൃഷ്ടിക്കണം. പ്രിൻസിപ്പൽ ഡോക്ടർ മുഹമ്മദ് ബഷീർ, CEO അബ്ദുൽ ഖാദർ, NSS പ്രോഗ്രാം ഓഫീസർ ഡോക്ടർ ഫിർദൌസിയ, ഡോക്ടർ P ഫവാസ്, ASI ശാന്തി, CPO വിവേക്, ജിതിൻ സായിരാജ് തുടങ്ങിയവർ പങ്കെടുത്തു. ജില്ലാ ഭരണകൂടം, ജില്ലാ സ്പോർട്സ് കൗൺസിൽ, ഒളിമ്പിക് അസോസിയേഷൻ, കോഴിക്കോട് സർവകലാശാല എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ അന്തർദേശീയ ഒളിമ്പിക് ദിനാചരണം സംഘടിപ്പിച്ചു. മലപ്പുറം MSP ഹൈസ്കൂൾ ഗ്രൗണ്ടിൽ നിന്ന് ആരംഭിച്ച ഒളിമ്പിക് റൺ ജില്ലാ കളക്ടർ ഡോക്ടർ വിനയ് ഗോയൽ ഫ്ലാഗ് ഓഫ് ചെയ്തു. വിവിധ അസോസിയേഷൻ അംഗങ്ങൾ, വിദ്യാർത്ഥികൾ, കായിക താരങ്ങൾ, സിവിൽ സർവീസ് കായിക താരങ്ങൾ, കൂട്ടായ്മകൾ എന്നിവർ ഒളിമ്പിക് റണ്ണിൽ പങ്കാളികളായി. മലപ്പുറം നഗരസഭ വൈസ് ചെയർമാൻ ജിതേഷ് G അനിൽ മുഖ്യാതിഥിയായി. ജില്ലാ സ്പോർട്സ് കൌൺസിൽ പ്രസിഡന്റ് P ഋഷികേഷ് കുമാർ സ്വാഗതം പറഞ്ഞ യോഗത്തിൽ ജില്ലാ ഒളിമ്പിക് അസോസിയേഷൻ പ്രസിഡന്റ് U തിലകൻ അധ്യക്ഷത വഹിച്ചു. ഒളിമ്പിക് അസോസിയേഷൻ സെക്രട്ടറി C സുരേഷ് പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. U അബ്ദുൽ കരീം, IPS റിട്ടയർഡ് ഒളിമ്പിക് അസോസിയേഷൻ എക്സിക്യൂട്ടീവ് മെമ്പർ M പ്രേമൻ മാസ്റ്റർ, മാസ്റ്റേഴ്സ് ഹോക്കി സ്റ്റേറ്റ് പ്രസിഡന്റ് പാലോളി അബ്ദുറഹ്മാൻ, ജില്ലാ ഫുട്ബോൾ അസോസിയേഷൻ സെക്രട്ടറി ഡോക്ടർ PM സുധീർ കുമാർ, ജില്ലാ ഹോക്കി അസോസിയേഷൻ പ്രസിഡന്റ് മച്ചിങ്ങൽ ബഷീർ അഹമ്മദ് എന്നിവർ സംസാരിച്ചു. ജില്ലാ സ്പോർട്സ് കൌൺസിൽ സെക്രട്ടറി VR അർജുൻ നന്ദി പറഞ്ഞു. ശ്രവണ വൈകല്യമുള്ള വിദ്യാർത്ഥികളുടെ ഇംഗ്ലീഷ് പഠന മികവ് വർദ്ധിപ്പിക്കുന്നതിനായുള്ള വിവിധ പദ്ധതികൾക്ക് നിലമ്പൂർ ബഡ് സ്കൂൾ ഫോർ ദി ഹിയറിംഗ് ഇംപേർഡിൽ തുടക്കമായി. മോട്ടിവേഷൻ സ്പീക്കർ MP ഷീജ ഉദ്ഘാടനം നിർവഹിച്ചു.
ദേശീയ വായനാ വാരത്തിന്റെ ഭാഗമായാണ് ഇംഗ്ലീഷ് ക്ലബ്ബ് വായനയെ പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള ഇംഗ്ലീഷ് ലാഡർ പദ്ധതികൾ ആരംഭിച്ചത്. ക്ലബ്ബ് കൺവീനറായി തിരഞ്ഞെടുക്കപ്പെട്ട ജിഷാനയെ ബാഡ്ജ് അണിയിച്ച് ആദരിച്ചു. പ്രധാനാധ്യാപിക NC സുഹറ ബീവി അധ്യക്ഷത വഹിച്ചു. ഇംഗ്ലീഷ് ക്ലബ്ബ് ചുമതലയുള്ള KN നുസൈബ പദ്ധതി വിശദീകരിച്ചു. മമ്പാട് ഗ്രാമപഞ്ചായത്തിന് കീഴിൽ പ്രവർത്തിക്കുന്ന ബഡ്സ് റീഹാബിലിറ്റേഷൻ സെന്ററിൽ വായനാ ദിനം വിവിധ പരിപാടികളോടെ ആചരിച്ചു. പരിപാടിയുടെ ഭാഗമായി കുട്ടികൾക്കായി നെയിം ട്രീ, ലെറ്റർ ചാർട്ട്, വേർഡ്സ് ചാർട്ട് എന്നിവ തയ്യാറാക്കി പ്രദർശിപ്പിച്ചു. വായനാ ദിന സന്ദേശം, വാക്യവായന എന്നിവയും നടന്നു. കുട്ടികളുടെ ഭാഷാ വികസനവും വായനാശീലവും പ്രോത്സാഹിപ്പിക്കുന്നതിനായി ഒരുക്കിയ പ്രവർത്തനങ്ങളിൽ കുട്ടികൾ ആവേശത്തോടെ പങ്കെടുത്തു. അക്ഷരങ്ങളും വാക്കുകളും തിരിച്ചറിയുന്നതിനും ആശയവിനിമയ കഴിവുകൾ മെച്ചപ്പെടുത്തുന്നതിനും ഈ പ്രവർത്തനങ്ങൾ സഹായകമായി. നിലമ്പൂർ ഡീപോൾ കോളേജിൽ നടന്ന ഡീപോൾ ഫുട്ബോൾ ഫിയസ്റ്റ ഫാൻസ് ഷോയിൽ ബ്രസീൽ ടീം ജേതാക്കളായി. ബ്രസീൽ, അർജന്റീന, പോർച്ചുഗൽ എന്നീ 3 പ്രമുഖ ടീമുകളുടെ ആരാധകരെ അണിനിരത്തിയാണ് ക്യാമ്പസിൽ പരിപാടികൾ ആരംഭിച്ചത്. നാസിക് ഡോളിന്റെ അകമ്പടിയോടെ ആവേശഭരിതരായാണ് വിദ്യാർത്ഥികൾ ക്യാമ്പസിലേക്ക് പ്രവേശിച്ചത്. കോളേജിൽ വെച്ച് നടന്ന ചടങ്ങിൽ ഡയറക്ടർ ഫാദർ ഡെയ്സൺ വെട്ടിയാടൻ VC പരിപാടികളുടെ ഉദ്ഘാടനം നിർവഹിച്ചു. തുടർന്ന് പ്രിൻസിപ്പൽ ഡോക്ടർ രാജീവ് തോമസ് കിക്ക് ഓഫ് കർമ്മം നിർവഹിച്ചതോടെ മത്സരങ്ങൾക്ക് തുടക്കമായി. ഫുട്ബോൾ ഫിയസ്റ്റയുടെ ഭാഗമായി നടന്ന ബെസ്റ്റ് കളർ കോഡ് പരേഡ്, ഓൺ ദി സ്പോട്ട് ക്വിസ്, ഗോൾ കിക്ക് ഓഫ്, ഷൂട്ടൌട്ട് തുടങ്ങിയ ആവേശകരമായ മത്സരങ്ങൾക്കൊടുവിലാണ് ബ്രസീൽ ടീം ഈ വർഷത്തെ ട്രോഫി സ്വന്തമാക്കിയത്. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.